ഹവ്വ തന്റെ അവിശ്വാസത്തിലൂടെ വിലക്കപ്പെട്ട കനി പറിച്ച് ആദ്യ മനുഷ്യന് കൊടുത്ത് മരണത്തിലേക്ക് പാപത്തിലേക്ക് നയിച്ചെങ്കിൽ, ദൈവബന്ധം വിച്ഛേദിച്ചിൽ ആദ്യത്തെ സ്ത്രീയെ വിലക്കപ്പെട്ട കനി പറിച്ചു കൊടുത്ത് മനുഷ്യനെ മരണത്തിലേക്കും നാശത്തിലേക്കും തള്ളിവിട്ടെങ്കിൽ, ദൈവബന്ധം മുറിച്ചു കളഞ്ഞെങ്കിൽ, രണ്ടാമത്തെ സ്ത്രീ കുരിശിന്റെ ചുവട്ടില് ജീവന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായ കുരിശില് രക്തം ചിന്തി മരിക്കുന്ന കർത്താവായ യേശുവിനെ എടുത്ത് നമുക്ക് നൽകിയ, അങ്ങനെ രണ്ടാമത്തെ സ്ത്രീ ലോകത്തിന് ജീവനും രക്ഷയും പ്രദാനം ചെയ്യുക യേശുക്രിസ്തുവിനെ നൽകിക്കൊണ്ട്. അതാണ് രണ്ടാമത്തെ സ്ത്രീ, പരിശുദ്ധ അമ്മ. ആ അമ്മയെ തള്ളിപ്പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആരായാലും തരി, അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണത്. ആ അഭിഷേകം സൂക്ഷിച്ചു. സഭയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന, പഠനങ്ങൾ വിതയ്ക്കുന്ന അരൂപികളെ നിങ്ങൾ വിവേചിച്ചിരണം. അതുകൊണ്ട് പിശാച് പോലും പ്രഭാവപൂർണനായ ദൈവദൂതനായിട്ട് വേഷം കെട്ടുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിനെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കാറുണ്ട്. സത്യസഭയുടെ പ്രബോധനം വിശ്വാസത്തുനിന്ന് അണുവിടെ വ്യതിചലിച്ചേക്കരുത്, അവിടെ ഇവിടെയും പോയേക്കരുത്. ഇത് ഈ ബന്ധനം, അതുകൊണ്ട് ബന്ധനം കൂടും. ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് പ്രാർത്ഥനയുണ്ട്. ചില തലവെച്ച് ഞാൻ എൻ്റെ കൂടെ ഇത് 100 പോയിട്ട് വന്നിരിക്കുന്നത് മൊത്തം സ്ലൈൻ സ്പിരിറ്റ്. അതിന് തലയിരിക്കുന്ന പൈശാചിക ബന്ധനം. ഇത് മുഴുവൻ അടിച്ചാല് ഇത് ഒത്തിരി പേരുടെ തലയിൽ കഴിച്ചാൽ പ്രാർത്ഥന മേടിച്ചിട്ട് വന്നിരിക്കുന്ന അവിടെ ഇവിടെ എല്ലാം മൊത്തം കയറിയിരിക്കുക. ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു വർഷമെങ്കിലും ഡെലിവറി സ്പ്രേഡ് കൊടുത്താലേ ആ കുടുംബത്തിലെ തകർച്ച വിട്ടുകൊള്ളു. അച്ഛൻ വെറുതെ പഠിപ്പിക്കുന്നില്ല, ആരും ഭയപ്പെടുത്താൻ പഠിപ്പിക്കുകയല്ല. ഉറപ്പിച്ച് സത്യസഭയോട് ചേർന്ന് തന്നെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 395 ഖണ്ഡിക. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രം. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടി മാത്രം. പിശാച് ഒരു ദൈവമൊന്നുമല്ല, പിശാചിന് ദൈവത്തിന്റെ പോലെ പവർ ഒന്നും അവനൊന്നുമില്ല. അവന് സൃഷ്ടി മാത്രം, വീഴ്ത്തപ്പെട്ട മാലാഹമാര് മാത്രം. പക്ഷെ അതേസമയം പറയാണ് അതുകൊണ്ട് പക്ഷെ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണ്. അരൂപി അങ്ങോട്ട് വേളുമ്പോൾ ആരെ എവിടെ വേണമെങ്കിലും ഉപദ്രവിക്കുക. അതുകൊണ്ട് അരൂപി എന്ന നിലയിൽ നമ്മളെക്കാളും 10 ഇരട്ടി. അപ്പോൾ മനുഷ്യനുള്ള മുഴുവൻ പവറിനേക്കാളും 10 ഇരട്ടി പവർ ഉണ്ട് ഒരു അരൂപിക്ക്. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവനൊന്നും ഒരു അരൂപി സൃഷ്ടി മാത്രം. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവനെ ശക്തനല്ല. അതാണ് ശരിക്കും അതാണ് സഭയുടെ വളർച്ച. അതുകൊണ്ട് 2000 വർഷമായിട്ട് പിശാചി കത്തോലിക്ക സഭയൊക്കെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തൻ അല്ല എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കൈകടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ പോരാ. വീണ്ടും പറയുക, ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമായ ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്ത് പ്രവർത്തിച്ചേക്കാം. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമായ ദൈവരാജ്യം, അതാണ് തിരുസഭ. അതുകൊണ്ട് തികഞ്ഞ വിദ്വേഷത്തോടെ. അവിടെ പരിശുദ്ധ കുർബാനയുടെ ഭയങ്കര വെറുപ്പ്. അവൻ നോക്കി നടക്കുന്ന വൈദികരെ തകർക്കാണ്. എന്നുവെച്ചാൽ വൈദികരൊക്കെ നാശിപ്പിക്കാൻ വേണ്ടി പിശാച് രാത്രിയും പകലും നടക്കുക. ചില ബന്ധങ്ങളൊക്കെ വൈദികരെ കൊണ്ട് കുടുക്കിക്കൊണ്ടിട്ടും കടത്തിക്കൊണ്ട് തിന്മ കൂടിയ പിശാചാണ്. ഞാൻ പറയാം, അത്ര സ്ത്രീ പുരുഷന്മാരിലൊക്കെ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയ. ഒരു വൈദികനെ നശിപ്പിച്ചാൽ സാത്താൻ അറിയാം ആ ദേശത്തുള്ള മുഴുവൻ ആത്മാക്കളെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നറിയാം. അതുകൊണ്ട് പടത്തലവനെ നശിപ്പിച്ചാൽ മതിയല്ലോ, എല്ലാവരെയും കിട്ടുമെന്ന് അവനറിയാം. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് ലോകം മുഴുവൻ ഇറങ്ങി. അതുകൊണ്ട് ദൈവമക്കള് ഒരു കാര്യം ഈശോയുടെ നാമത്തെ ഞാൻ പറയുന്നു, ദൈവനാമത്തിലാണ് പറയുന്നത്. കർത്താവിൻ്റെ വൈദികരോട് തെറ്റായ ബന്ധം പുലർത്തുന്ന ആരെങ്കിലും കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ മകനും ആ മകളും പറഞ്ഞു, നിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. നീ വിടുതൽ പ്രാർത്ഥന മേടിച്ച് ഓടി രക്ഷപ്പെട്ടോണം. അതേസമയം ഞാൻ പറയും, സഭയിൽ ഒരുപാട് വിശുദ്ധരായ വൈദികരുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവ് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരുപാട് വിശുദ്ധരായ വൈദികരുണ്ട്. അതേസമയം ചില സാത്താന്യ ശക്തികൾ പീഡിപ്പിക്കുന്നുണ്ട്. ദൈവജനം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം. അന്ധകാര ശക്തികൾ സഭയെ തകർക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണീരോടെ പ്രാർത്ഥന, നമ്മുടെ വചന വായന, നമ്മുടെ വിശുദ്ധ ജീവിതം അതിനൊക്കെ സഹായകമായി തീരും. 2 കരമുയർത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയേ, പോരാ ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പോരാ. ഇനി അടുത്ത വചനം വലിയ സംഭവം കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുകയാണ്. അതായത് അവന്റെ പ്രവർത്തനം, സാത്താന്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള
ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കുന്നതുമാകാം. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 395 ഖണ്ഡികയിൽ എഴുതി വെച്ച് തിരുസഭ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഓരോ മനുഷ്യനും, അത് ഓരോ വ്യക്തിയെയാണ്, സമൂഹത്തിൽ ഓരോ വ്യക്തിയെയും ടാർഗറ്റ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞത്. ഓരോ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും അവൻ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത് പറയാം, സമൂഹത്തിന് ഓരോ സമൂഹം, കത്തോലിക്ക സമൂഹം, വിശ്വാസ സമൂഹം, ഒരു കുടുംബം, ഓരോ കുടുംബത്തിനെതിരെ വരും. അടുത്ത് പറയുകയാണ് സമൂഹത്തിനും. അപ്പോൾ ഓരോ മനുഷ്യനും സമൂഹമായിട്ട് ഒരു കൂട്ടായ്മ, ഒരു പ്രയർ ഗ്രൂപ്പായിരിക്കും, ഇടവയിലുള്ള ഒരു കുടുംബ യൂണിറ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു കൂട്ടായ്മ, അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ ദേശത്ത് ഏതെല്ലാം നല്ല കുടുംബങ്ങളുണ്ടോ അത് ടാർഗറ്റ്, എങ്ങനെ അതിനെ നശിപ്പിക്കാം, തകർക്കാം, നാലാക്കാം, ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെ ചണ്ടാക്കാം, എങ്ങനെ മാതാപിതാക്കൾ മക്കളെ നശിപ്പിക്കാം, എങ്ങനെ ആ യുവാവ് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വളർന്ന് പ്രാർത്ഥിച്ചു, ചിലപ്പോൾ കാണും ചില കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിനെ എങ്ങനെ നശിപ്പിക്കാം, ആ ടാർഗറ്റ് ചെയ്യുക, അതിനോട് പോകും, അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഓടി മാറണം. സാത്താൻ്റെ കൂടുതലെന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സഭയിലുള്ള മുഴുവൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാർഡിനൽസിന് വേണ്ടി പ്രാർത്ഥിക്കണം, മെത്രാപ്പോലീത്തമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ കുടുംബജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിലെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ അല്ലെങ്കിൽ ഉറപ്പാട് പിശാച് കൊണ്ടുപോകും. നിങ്ങൾ ഇന്ന് ഒരുപാട് ബുദ്ധിമാന്മാർക്കട്ട ഏറ്റവും കൂടെ അടികിട്ടിയിരിക്കുന്നത്. ബുദ്ധിയും കഴിവുള്ളവനിട്ടാണ് അടിക്കിട്ടി മൊത്തം കിട്ടിയതാ. 2 കരമത്ത് ഒറ്റ വിളി വിളിച്ച് ഈശോയെ, ഒന്നും കൂടെ കൈയടിച്ച്. എനിക്കറിയാം, ഒരു മനുഷ്യന്, ഒരു കുടുംബം പറയാൻ വിഷമുണ്ട്, ഏറെ വിഷമുണ്ട്. കുടുംബം തകർന്നരിപ്പാണ്. അമ്മയുടെ തൊഴിൽ, അപ്പൻ്റെ അമ്മയുടെ തൊഴിൽ സത്യം പറഞ്ഞാൽ മന്ത്രവാദം, കോഴിവെട്ടം ഇടയ്ക്കിടയ്ക്ക് പോയിച്ച് കത്തോലിക്കരാ. അപ്പം അത് ചെയ്തവൻ അവരുടെ ഓഫീസിലെ ഒരുത്തനാണ് ചെയ്തത്. അവനും തീർന്നു. അവനിന്ന് ഒരു വലിയ കേസിൽപ്പെട്ട് അവൻ വിഷമിച്ച് കഴിയും. വലിയ ബിസിനസ്സുകാരൻ. അവരുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഇത് എത്രയുണ്ട്, ഒരു 300-400 കോടി രൂപയുടെയെങ്കിലും സംഭവമുള്ളൂ. 3 മക്കളുണ്ടായിരുന്നു. മൂത്തത് 2 പെൺമക്കൾ, ഇളയതൊരു ആന. ഇത് മൂത്തതിന് ഇപ്പം പരമാവധി പോയാലൊരു 45 വയസ്സ് 48 വയസ്സ്. കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞില്ല, ഡിവോഴ്സായി. രണ്ടാമത്തെ പെണ്ണും കല്യാണം കഴിച്ചു, അതും 1 വർഷം ഡിവോഴ്സ്. ഇപ്പോൾ ഒരിടത്ത് 2 പേരും കൂടെ ഒരുമിച്ചൊരു വീട് വാടകയ്ക്കെടുത്ത് അപ്പനും അമ്മയായിട്ടുള്ള ബന്ധമൊക്കെ കുറിച്ച് ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കുക. ഇളയ മകനാണെങ്കിൽ അവൻ കുടിച്ച് അവൻ കഴിഞ്ഞിടയ്ക്ക് മരിച്ചു. അവൻ തീർന്നു. അവൻ കല്യാണം കഴിച്ചാണ്. അവൻ്റെ ഭാര്യ അത് പോട്ടെ, മക്കൾ വേറെ സംഭവം. ഈ അപ്പനും അമ്മയെന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ പ്രതീക, സ്പിരിറ്റാണ്. കാണാൻ പറയും, അപ്പനും അതുപോലെ സ്പിരിറ്റാണ്. പണം ഭയങ്കര ബുദ്ധി. അതുകൊണ്ടല്ല ഇത്രയും ഒന്നുമില്ലാത്തവരായിരുന്നു, ഒരുപാട് സമ്പത്ത്. പക്ഷേ ഇന്ന് കഴിഞ്ഞിടയ്ക്ക് അവർ 2 പേരും കൂടെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, 1-ാം പ്രമാണ ലംഘനം ഇനി ഒരു കുടുംബം ഇതുപോലെ ചെയ്യാനില്ല. മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സേവ, എന്തെല്ലാം ഉണ്ടോ അതിന് മുഴുവൻ പോയ കുടുംബമാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയാ, ജോലി നേടി ഒരുപാട് റിച്ചാകാൻ വേണ്ടി പോയതാണ്. റിച്ചായി, പക്ഷെ ഇന്ന് അനുഭവിക്കാൻ ആളില്ല. ഉറപ്പാണ് ഈ 1-ാം പ്രമാണ ലംഘിക്കുന്ന കുടുംബങ്ങൾക്ക് തിരിച്ചടി പെരുന്നാൾ പോലെ കാണും. എന്തോരം സംഭവമാണെന്നറിയാം. ഇത് പിശാസിൻ്റെ മേഖല. പോകരുത്, ഒരു കാരണവശാലും പോയേക്കരുത്. ബ്ലാക്ക് മാസിന് പോകുന്ന ചെറുപ്പക്കാരാണ് കുർബാന എടുത്തുകൊണ്ട് ദുരുപയോഗിക്കുന്ന ആളുകളുടെ കൂടെ പോയി നിൽക്കും. അവിടെ പോയിട്ട് ഓരോ കലാപരിപാടി നടത്തും. അയ്യോ, കുഞ്ഞിന് മാനസിക രോഗം പോലെ. നമ്മളൊക്കെ കുട്ടികൾക്ക് മെൻ്റലാന്ന് തോന്നുന്നു, ഉറക്കമില്ല, ഉണവില്ല, കഞ്ചാവ് എടുക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ പിശാചികൾ പിടിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് പറ്റിയത് കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയില്ല. അവരെ വളർത്തുന്ന കാശുകാരാക്കാൻ വലിയ വിദ്യാഭ്യാസം. കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂൾ തേടിപ്പോയി. എൻ്റെ മക്കളെ ഇതൊന്നും കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ആൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തെ ശുശ്രൂഷയ്ക്ക് പോയത്. ചെന്നൈപ്പോൾ എനിക്ക് നല്ല പനി പിടിച്ചു, വയ്യാതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആളുകളെ കാണില്ല, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അച്ഛന്മാരെല്ലാം വലിയ സങ്കടം. അച്ഛന്മാരെ അവസരം അച്ഛൻ എങ്ങനെയും കുറച്ച് പേരെ കാണും, ഒരുപാട് എമർജൻസി. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പനി, 104 ഡിഗ്രി പനിയുണ്ട്. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എടുത്ത് പോയി തീർത്തും വയ്യ. ഏട്ടാ അരമണിക്കൂർ അരമണിക്കൂറോ കുറച്ച് നേരം ഞാൻ കണ്ടുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെയുണ്ട് എനിക്കൊന്നൊരു 10-30ഓളം തോന്നുന്നു ഒരു വിവാഹമോചന കേസ്.
ഈ കുട്ടി ഒരു കൊച്ചിന് അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കൊച്ചെ. അത് ഞാൻ ടെലിവിഷനിലൊക്കെ ഒന്ന് അറിഞ്ഞ ഇന്ന ആളാണ്. പ്രസലോഷ് എന്താ പരിപാടി? പ്രതിഭയായിരുന്നു. മാർക്ക് എങ്ങനെയുണ്ട്? A+, എല്ലാത്തിനും ഫുൾ A+. വലിയ റാങ്ക് ഹോൾഡ് കൊച്ച്. ഡൈവോഴ്സ് എത്രയാണോ പഠിച്ച് വലിയ ബുദ്ധി. പലപ്പോഴും ഞങ്ങൾക്ക് നമ്മുടെ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കാതെ വേറെ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാനം ഈ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ തെറി വിളിക്കും. പോയി എന്തോരം കണ്ടത് മുഴുവൻ വേറൊരിടത്ത് ഇതുപോലെ ഇഷ്ടം പോലെ. അതുകൊണ്ട് പഠിത്തം വേണ്ട, പഠിച്ചു. പക്ഷേ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്, ഇത് അറിയുന്നില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. വിശ്വാസം ഉറക്കട്ടെ, ഉറച്ച ശേഷമേ ബാക്കി പഠിപ്പിച്ച് കാര്യമുള്ളൂ. ദൈവബോധമില്ലാത്തവനോട് എന്ത് പറഞ്ഞിട്ടും എന്ത് കൊടുത്താലും കാര്യമില്ല. സർവ്വ ഹല്ലേലൂയ. ദൈവഭയമില്ലാത്തവൻ്റെ കയ്യിൽ സ്വർണം കൊണ്ട് കൊടുത്താൽ അവൻ അത് വിറ്റ് നശിപ്പിച്ച് തീർക്കുള്ളവൻ. സാത്താൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നവൻ. അവൻ ആരെയും വിട്ടില്ല, ആരെയും വെറുതെ വിടില്ല. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ദൈവമക്കൾ ആരെയും വെറുതെ വിടില്ല. 2, സമൂഹത്തിന് കുടുംബമില്ല തകർക്കാൻ വേണ്ടി വരും. 3, ഇത് പറയാം, അവർ സമർപ്പിക്കുകയാണ് ആത്മീയ തകർച്ച. വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ദൈവഭയങ്ങളും എല്ലാം കളയും. വചനമാനൊന്നുമില്ല, ബൈബിളൊന്നും കണ്ടിട്ട് പോലും ഇവൻ കൊന്തയൊന്നും ചെല്ലില്ല, കുമ്പസാരിക്കില്ല, കുർബാനയില്ല, പള്ളിപ്പോക്കില്ല, എല്ലാം ഒന്നുമില്ല. അത് ആത്മീയ തകർച്ച കൊടുക്കും. എന്നിട്ട് കൊണ്ടുപോയിട്ട് പറയും മദ്യം, സെക്സ്, കാണുന്ന എല്ലായിടത്തും പോകും. കഴിഞ്ഞ ആൾ ചില ഇന്ന് ഇത്ര ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് അവിടെ ധ്യാനത്തിനുമ്പോൾ HIV പേഷ്യൻസ് 17 വയസ്സ് 22 വയസ്സ് 24 വയസ്സുള്ള കുട്ടികൾ കൊണ്ടുവന്നിട്ട് എൻ്റെ പേപ്പർ എഴുതി കൈത്തരും, അച്ഛ പ്രാർത്ഥിക്കണം. HIV +2 പഠിച്ച് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവന് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത്രയൊക്കെ ഉള്ളൂ, വിദ്യാഭ്യാസമുള്ളൂ, പണി പറ്റി തകർന്നു. ഇനി ഇവന് ജീവിതമുണ്ടോ? അത്രയാണോ? ഒരുപാട് തകർന്നു. ഒരിക്കലും ഒരു പെങ്കൊച്ച്, ഒരു 10-21 വയസ്സുള്ള കൊച്ച്, അത് HIV പേഷ്യൻ്റായ കുട്ടി ഇങ്ങനെ കൊണ്ട് വെച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ രോഗിയാന്ന് എത്ര നാളെ? ഞാൻ അറിഞ്ഞിട്ടൊരു 3-4 വർഷമായി. നീ അതിനുശേഷം അച്ഛാ ഞാനുണ്ടല്ലോ ഒരുപാട് എണ്ണത്തിന് ഞാൻ വിതച്ചച്ച, ഏതായാലും എൻ്റെ ജീവിതം നശിച്ചു, ഞാനതുകൊണ്ടൊരു കുറേ എണ്ണത്തിന് കൊടുത്തച്ച, ബോധപൂർവ്വം എൻ്റെ സുഹൃത്തുക്കൾക്കൊട്ട് കൊടുത്തച്ച. നമ്മൾ പറയുകയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് വെറുപ്പിൻ്റെ പിശാച് ഞാൻ നശിച്ചു, ഇനി കുറേ എണ്ണം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. പിശാചിൻ്റെ പ്രവർത്തന. അവിടിനൊക്കെ താലോലിക്കുന്ന മക്കൾ കരഞ്ഞിരുന്നു, വാവിട്ട് കരഞ്ഞുള്ളൂ. ദൈവത്തെ കൂടാതെ ഒന്നിനും പറയാം. ആത്മീയമായിട്ട് പിന്നെ പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുക. ഇവന്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലുള്ള ഗൗരവതരമായ അവിടെ ചില രോഗങ്ങളും ചില തകർച്ചകളും, സാമ്പത്തിക തകർച്ച, കടബാധ്യത, ചില വീട് തടസ്സം, ഒരുപാട് സംഭവം എനിക്കറിയാം. ഞാൻ അനുഭവങ്ങൾ പങ്കുവെച്ചാൽ പിന്നെ എനിക്ക് നേരെയില്ല. എല്ലാത്തിനും എനിക്ക് അനുഭവം ഒന്നല്ല, ഒരു 1000 വെച്ച് ഓരോ സംഭവത്തിനും 1000കണക്കിന് അനുഭവങ്ങൾ വെച്ച് പറയാൻ എനിക്കുണ്ട്. സഭ പഠിപ്പിക്കാൻ പോവുകയാണ്. 392 ഖണ്ഡിക കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. ഈ മാലാഖമാരുടെ പാപത്തെക്കുറിച്ച്, അതായത് പിശാചുക്കളായി തീർന്ന മാലാഖമാരുടെ പാപങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നുണ്ട്. ഭൗതികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും തിരസ്കരിച്ച സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ പ്രലോഭകൻ പറഞ്ഞ വാക്കുകളിൽ ആ ദൈവനിഷേധത്തിന്റെ അലയടി നാം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു. അവൻ നുണയുടെ പിതാവുമാണ്. പച്ചക്കള്ളനാണ്, കള്ളനാണ്. അതുകൊണ്ടാണ് ചില പെൺകുച്ചുങ്ങൾ ആൺകുച്ചുങ്ങൾക്ക് എന്തോരം പിശാചുകൾ പിടിപ്പെടുന്നു. പ്രേമത്തിന്റെ വേഷത്തിൽ ഇന്ന് ഒരുപാട് പിശാചുകൾ ലോകത്തിറങ്ങിയിട്ടുണ്ട്. ഒരിക്കലൊരു മകള് അണക്കരയിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെ അവിടെയുള്ളത്, ഒരു 4-6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൊച്ച, ആ കൊച്ചിനെയും കൊണ്ട് അവരുടെ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് കൊണ്ട് കൊച്ച് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഞരമ്പ് മുറിച്ചു. എന്നിട്ട് അവിടുത്തെ ആശുപത്രി കൊണ്ടുപോയിട്ട് സ്റ്റിച്ചെല്ലാം ഇട്ടിട്ട് നേരെ ആശുപത്രിയിൽ നിന്ന് എൻ്റെ അടുത്തോട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ട് ഡോക്ടർ വിട്ടതാണ്. അച്ഛൻ സംസാരിക്കാൻ വെച്ചു. സംഭവം ഈ കൊച്ച് ഒരുത്തനെ പ്രേമിക്കുക.
പ്രേമിച്ച് അവൻ്റെ കൂടെ എല്ലാ വ്യഭിചാരവും ചെയ്യാം, എല്ലാം ചെയ്തു. അവളുടെ വിചാരം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവൻ അവളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ആവശ്യപ്പെടുന്നവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല, നിന്നെ ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യിക്കുന്നവരെല്ലാവരും ഓർത്തോണം, നിന്നെ സ്നേഹിക്കുകയല്ല, നിന്നെ ഉപയോഗിക്കുകയുള്ളൂ. ഉറപ്പാണവൻ, ഉറപ്പാ. അവന് ചിലപ്പോൾ കരയും, ഭയങ്കര ഒന്നുമില്ലെങ്കിൽ ഞാൻ ചാവും വെറുതെ. അത് പിശാചിന് അങ്ങനെ സ്വഭാവമുണ്ട്. അവൻ്റെ രൂപം, അവന് എത്ര നിറമുണ്ടെന്ന് അവന് തന്നെ അറിയില്ല. അതാണ് പിശാച്. അവന് ഏത് വേഷം കിട്ടും, കരഞ്ഞുകൊണ്ട് വരും. അവൻ ചാവൂന്നൊക്കെ പറയും, പേടിപ്പിക്കും. നീയില്ല, ഞാൻ ജീവിതത്തിൽ ഇതൊക്കെ വെറുതെ പറയുന്ന. അപ്പം ഇങ്ങനെ ഒരു ഭയങ്കര സ്നേഹത്തിൽ ഇവർ കഴിയുക. അപ്പം അങ്ങനെ പാപം ചെയ്ത് ഇവൾ കഴിയുക. അവസാനം ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, ഞാനൊരിടം വരെ പോകുക, കുറച്ച് നാൾ ദിവസത്തേക്ക് ഞാൻ ഫോൺ നിന്നെ വിളിക്കില്ല, അത്യാവശ്യം ഞാൻ വിളിച്ചോളാം, നീ വിഷമിക്കും ചെയ്തേക്കരുത്, എനിക്കൊരു ജോലി ഏതൊരു കാര്യം പറഞ്ഞ് അവൻ പോകുന്നത്. സംഭവിച്ച ആ ദിവസങ്ങൾ അവൻ പോയിട്ട് വേറൊരു പെണ്ണിനെ അവർ വീട്ടുകാരില്ലാണ്ട് പറഞ്ഞ് വിവാഹ ആലോചന നടത്തി, ഒത്തുകല്യാണം, എൻഗേജ്മെൻറ്റോ അങ്ങനെ കല്യാണം എന്തോ നടത്തി. എനിക്കിത് എൻഗേജ്മെൻ്റ് ആണെങ്കിൽ എനിക്കൊത്ത കൃത്യം ഓർമ്മയില്ല. എന്തൊക്കെ സംഭവം എന്നാണ്. അപ്പോൾ ഇത് ഉടനെ കൂട്ടുകാർ ഇവളെ അറിയിച്ചു, നീ പ്രേമിക്കുന്നുണ്ട് വേറൊരുത്തിയെ കല്യാണം കഴിച്ചത്. അപ്പോളേ നിങ്ങൾ നുണ പറയുക, നിങ്ങൾ നുണയാ പറയുന്നു ആണ്. പല കുഞ്ഞുങ്ങളും പറയുന്നത് അപ്പൻ നുണയാ പറയുന്നു, അമ്മ നുണയാ പറയുന്നു. അവർക്ക് നുണ പറഞ്ഞുകൊണ്ട് എന്നെ കിട്ടാനാ മക്കളെ. സഹോദരൻ നുണയാ പറഞ്ഞു, സഹോദരൻ നുണ. അവരെന്തിനാ ഈ സ്വന്തം വീട്ടിലെ കൊച്ചിനോട് ചതിക്കുന്ന? എന്തിനാ അവർ ചതിക്കുന്നത്? സംഭവിച്ചത് അപ്പോൾ ഇവള് സമ്മതിക്കില്ല. അപ്പോൾ കൂട്ടുകാർ ഇവളുടെ വീട്ടിലെത്തിയിട്ട് ഫോട്ടോ അവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചതിൻ്റെയോ എന്തോ ഒത്തുകല്യാണത്തിൻ്റെ അങ്ങനെ ഒരു ഫങ്ഷൻ്റെ ഫോട്ടോ ഇവളെ നേരെ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇവള് പെട്ടെന്ന് ചാടി ഇവളുടെ മുറിക്കകത്തേറി പെട്ടെന്ന് വാതിൽ പൂട്ടിയിട്ട് ഇവള് കൈ വട്ടം മുറിച്ചു. അപ്പോഴത്തേക്കും ആളുകളെല്ലാം കൂടെ, ഞങ്ങളുടെ നാട്ടിലുണ്ടായ സംഭവം, ആളുകളെല്ലാം കൂടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വെച്ച് ചോരക്കകത്ത് കിടപ്പുള്ള കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടെ ആശുപത്രി വെച്ച് സ്റ്റിച്ചെല്ലാം ഇട്ട് വെച്ച്. ഇത് പിശാസാണ്. ഇന്ന് ഒരുപാട് യുവതികളും പിശാസ് കയറിയിട്ടുണ്ട്. നല്ല പഠിക്കുന്ന കൊച്ചായിരിക്കും, പക്ഷെ അവൻ്റെ ആത്മാവ് പിശാചിക ശക്തിയായിരിക്കും. ചില യുവതികളുണ്ട് പിശാച് കയറിയിട്ടുണ്ട്. അത് ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടത് പോകുള്ളൂ. ബൈബിൾ പറയുന്നതല്ലേ, യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളം വരുന്നത് മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനും. മോഷ്ടിക്കും, നിന്നിലുള്ള വിലപ്പെട്ടത്, ഏറ്റവും വില കൂടിയത്, അനുഗ്രഹപ്പെട്ടത്, നിധികള്, അഭിഷേകങ്ങള്, അത് മുഴുവൻ മോഷ്ടിക്കും. രണ്ടും നശിപ്പിക്കും. കള്ളം വരും നിന്നെ നശിപ്പിക്കാന്, നിന്റെ അഭിഷേകം, നിന്റെ ആത്മാവിനെ, നിന്റെ വിശ്വാസത്തെ, ദൈവബന്ധത്തെ, പ്രാർത്ഥനയെ ഇവിടെ നശിപ്പിക്കണം. 3 കൊല്ലും, അവസാനം കൊല്ലും. അത് ഈ നാളുകളിൽ ചില സംഭവങ്ങൾ പത്രങ്ങൾ കേട്ടില്ലേ, നശിപ്പിച്ച് കൊല്ലുക. അത് അതിൻ്റെ പ്രവൃത്തിയാണ്. നശിപ്പിച്ച് കൊല്ലുകയാണത്. അത് പിശാചാണ്. ഇത് മുഴുവൻ ലോകം മുഴുവൻ കയറി പിടിച്ചിരിക്കുക. അത് വലിയവരെന്നോ ചെറിയവരെന്നല്ല, ദുഷ്ടാരൂപി കയറിയിരിക്കുക. ചില രാഷ്ട്രീയക്കാരിൽ പോലും കയറിയിട്ടുണ്ട്, സഭയെ പോലെ കയറിയിട്ടുണ്ട്, എല്ലായിടത്തും കയറിയിട്ടുണ്ട്. മോഷ്ടിക്കും, നശിപ്പിക്കും, കൊല്ലും. ഇത് കൃപയില്ലാത്തവനെല്ലാം ഇതിനകത്ത് പെട്ടുപോകും. കത്തോലിക്ക സഭ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും പിശാചിനെ അവൻ്റെ ദുഷ്പ്രവർത്തനം അനുവദിക്കാൻ, ഗോഡ് പെർമിറ്റ്സ് ഈവിൾ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. എന്നാലും അതിനെ നമ്മൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭ അത് പറഞ്ഞ് നിർത്തുന്ന ഒരു സംഭവമുണ്ട്. പേടിക്കൊന്നും വേണ്ട, ദൈവം കാത്തോളൂ. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്, അത് ശാരീരികം. അതുകൊണ്ട് വീട് എല്ലായിടത്തും, അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ ഒന്ന് ചെയ്യേണ്ടത് പാപമാർഗങ്ങളിലും പാപ സാഹചര്യങ്ങളിലും ഓടി മാറുക, പാപബന്ധങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ എല്ലാ ജ്ഞാനം കിട്ടാൻ, ദൈവിക ജ്ഞാനം കിട്ടണം. എങ്കിലും നമുക്ക് അപകടം വരുന്ന വഴി തിരിച്ചറിയാൻ പറ്റും. ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ, അപകടങ്ങൾ വരുന്ന വഴി അറിഞ്ഞുകൂടാ, തിന്മയുടെ ശക്തികൾ വരുന്ന വഴി ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഏറ്റവും ബോധം പോയി. ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവൻ പ്രവർത്തിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ സുഹൃത്തിനെ മാറ്റിയാൽ മതി, അവൻ്റെ പ്രശ്നം തരും. അവൻ്റെ ചില സംഭവം മാറ്റിയ പ്രശ്നം തരും, അത് മാറും. അതറിയില്ല. അറിയണമെങ്കിൽ ദൈവം കൃതാല്. യോഹന്നാൻ 3:28-29, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്ന, ദൈവമാണ് നമുക്കത് ശരിയായ കാഴ്ചപ്പാട് തരുന്നത്.
പ്രിയനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വൈക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ഒട്ടും താമസം വൈക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെ മക്കളെ കണ്ണീര് കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. കർത്താവേ, ഞങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഈ പരിശുദ്ധ കുർബാനയെ ചേർത്ത് വെക്കുന്നു. ഈ ദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, നിന്റെ കരം വെളിപ്പെടണമേ. ബന്ധനങ്ങൾ അഴിക്കണം കർത്താവേ. ഒറ്റ വിളി വിളിക്കുന്ന കരം എത്തിച്ചോ. വേദനകളെന്നു തീരുമോ. രണ്ടു കരം ഉയർത്തിപ്പിടിച്ച മക്കള് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രസംഗിച്ചു കൊടുത്ത്. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. നിന്റെ ഭാരം മക്കളെ ഓർത്തുള്ള വിഷമമാകാം, ജീവിത പങ്കാളിയോർത്തുള്ള വിഷമമാകാം, നാളെ കുറിച്ചുള്ള വിഷമമാകാം, പഠനമോർത്തുള്ള, ഭാവിയോർത്തുള്ള, ജോലിയോർത്തുള്ള, വിവാഹമോർത്തുള്ള ഭാരങ്ങൾ, നിന്റെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. രണ്ടു കരം കൊടുത്തുക. ഈശോ നമ്മെ ആശീർവദിക്കുന്നു. മക്കളെ ഈശോ ആശീർവദിക്കുന്ന സമയമാ. കൈകൾ ഉയർത്തി ചങ്കുപൊട്ടി ഈശോയെ വിളിച്ചോണം. ആശീർവദിക്കുന്നു, ആശീർവദിക്കുന്നു, ആശീർവദിക്കുന്നു.